ഹലോ. രാത്രിയത്തെ നമ്മളൊരു ദീർഘമായ ഉറക്കത്തിന് ശേഷം ഒരു 10-12 മണിക്കൂർ വരുന്ന ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്ന ഭക്ഷണമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, പ്രാതൽ എന്ന് പറയുന്നത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിനെ നമ്മൾ വളരെ കാര്യമായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഇപ്പോൾ വരുന്ന ഒരു പ്രവണത, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൽ വരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ബ്രഞ്ചാണ്. പലപ്പോഴും ഒരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ചേർന്ന ഒരു ഭക്ഷണം 12 മണിക്ക് ശേഷം കഴിക്കുക എന്നുള്ളത് ഒരു രീതിയായി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് യുവതലമുറകളിൽ. ഇതൊരു വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രേക്കിംഗ് ദ ഫാസ്റ്റ്, നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് വരുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. രാത്രി ഒരു 11 മണിക്ക് ഉറങ്ങുന്നുവെന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ 11 മണിക്ക് ഉറങ്ങി ഒരു 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏകദേശം 7 മണിക്കൂർ ഉറക്കം, മതിയായ ഉറക്കം ലഭിക്കുന്നുണ്ടാവും. അതിനുശേഷം ഒരു 2-3 മണിക്കൂറിനകം രാവിലത്തെ ഭക്ഷണം കഴിച്ചിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ നമ്മൾ ആ ഒരു ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്നതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനെ നമ്മൾ പൊതുവേ പറയുന്നൊരു കാര്യമുണ്ട്, പണ്ട് തൊട്ട് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ്, രാജാവിനെ പോലെ ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം പഴയ തലമുറ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് വാരി വലിച്ച് കഴിക്കുക എന്നുള്ളതായിരിക്കില്ല അവരെന്ത് ഉദ്ദേശിച്ചിട്ട്. ഇപ്പോൾ പറയുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിങ് എന്ന് പറയുന്നത് വളരെ സമ്പുഷ്ടമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ധാരാളിത്തം നിറഞ്ഞത് തന്നെ ആയിക്കോട്ടെ. കാരണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അളവിലല്ല, അതിൻ്റെ ക്വാണ്ടിറ്റിയിലല്ല, ക്വാളിറ്റിയിൽ ധാരാളിത്തം നിറഞ്ഞ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചേർത്തുകൊണ്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് സമ്പൂർണ്ണ ആരോഗ്യത്തിൽ വളരെ നിർണായകമാണ്.